കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ടി വി പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാവരും ചേർന്നാണ് ഈ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല പലരും നമ്മുടെ പ്രോഗ്രാമുകൾ ഓരോ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നു. അവർക്ക് സ്പോൺസർ ചെയ്യുന്ന എല്ലാവർക്കും ലോകമെങ്ങുമുള്ള സകല ഈ ടി വി കാണുന്നവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും ഞങ്ങളവർക്ക് വേണ്ടി അറിയിക്കുക. കാരണം നിങ്ങളിതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്തതാണ് അനേകർക്ക് അനുഗ്രഹമാകും കാര്യം. ഒരു വലിയ സന്തോഷം കൂടെ ഞാൻ അറിയിക്കട്ടെ. നമ്മളുടെ www.theheavenlyfeast.tv നമ്മുടെ ടി വി പ്രോഗ്രാമുകൾ, ഈ ടി വി പ്രോഗ്രാമിൽ ലഭിക്കാത്ത അത്ഭുത സാക്ഷ്യങ്ങൾ, ലൈവായിട്ടുള്ള പ്രോഗ്രാമുകൾ 24 മണിക്കൂറും നമ്മളുടെ മൊബൈൽ ഫോണിൽ, ടാബ്ലറ്റിൽ, കമ്പ്യൂട്ടറുകളിലൊക്കെ ലഭ്യമാണ്. സൗജന്യമായി ലോകമെങ്ങും നിങ്ങളത് ഉപയോഗിക്കണം. theheavenlyfeast.tv, ഹെവൻലി ഫീസ്റ്റ് വെബ് ടി വി നിങ്ങൾ കാണണം. ഇൻ്റർനെറ്റിലൂടെ 24 മണിക്കൂറും. നമുക്ക് ടി വി പ്രോഗ്രാമിൽ വളരെ പരിമിതിയുണ്ട്, എന്നാൽ അതിൽ നമുക്ക് വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ ലഭിക്കും. നിങ്ങളതിൽ ലോഗ് ഓൺ ചെയ്യണം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തങ്കു ബ്രദർ ചെയ്ത വളരെ മനോഹരമായൊരു സന്ദേശമാണ്. ക്രിസ്തുവിൽ ഒരു വ്യക്തി വളരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ആ സന്ദേശത്തിലേക്ക് പോകാം. ദൈവമക്കൾ നമ്മൾ വെറും മനുഷ്യരല്ല, സാധാരണ മനുഷ്യരല്ല. സാധാരണ മനുഷ്യരെ പോലെ നടക്കാനല്ല നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ പകരം ഭൂമിയിൽ നടക്കുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ വായിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും ഭയങ്കര പവറാണ് ഉള്ളത്. നമ്മൾ ഒരാളെ അനുഗ്രഹിച്ചാൽ അത് ആ ഇരിപ്പത്, ആ കുടുംബവും തലമുറ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെയും എൻ്റെ ഉള്ളംകാൽ ചവിട്ടുന്നിടം അനുഗ്രഹിക്കപ്പെടും. തകർന്നിരിക്കുന്ന വീട്ടിൽ നിങ്ങളുടെ ഉള്ളംകാൽ ഒന്ന് ചവിട്ടിയാൽ മതി, ആ വീടിൻ്റെ അവസ്ഥ മാറിയിരിക്കും. കാര്യം ഇരുട്ട് എവിടെയുണ്ടോ അവിടെ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനേ മാറിപ്പോകും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ദൈവിക വളർച്ച എന്ന് പറഞ്ഞ ദൈവിക വളർച്ച. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആഗ്രഹം ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറയുമ്പോൾ താൻ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് മുഴുവൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളെ പേടിപ്പിക്കാനായിട്ടല്ല, നമ്മളെ നരകത്തിലോട്ട് പോകുന്നവരല്ല. ഹല്ലേലൂയ. നമ്മളെല്ലാം സ്വർഗീയ സ്ഥലത്ത് ഓൾറെഡി ഇരിക്കുന്നവരാണ്. സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരല്ല, നമ്മൾ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിരിക്കുന്നവരാണ്. എന്നാൽ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഡൂസ് ആൻഡ് ഡോൺസ്, ഇതല്ല ഇത് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, കർത്താവിന് നിങ്ങളെയും എന്നെയും ലോകത്തിൻ്റെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കണം. അനുഗ്രഹത്തിൻ്റെ പ്രദർശനങ്ങളായി മാറണം. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങളുടെ നാട്ടിൽ എവിടെയൊക്കെ നിങ്ങളെ തള്ളിയിട്ടുണ്ടോ, എവിടെയൊക്കെയോ നിങ്ങളെ അപഹസിച്ചിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ലെന്ന് തെളിയിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ആഗ്രഹമാണ് തൻ്റെ മണവാട്ടി ഏറ്റവും ശക്തമായ ഡിസ്പ്ലേ ആയി തീരണം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് ഈ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ഒന്നൊന്നുകൂടെ ചേർന്ന് പറഞ്ഞ്, എഴുതപ്പെട്ട വചനത്തിന് വിപരീതമായത് ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. വല്ലവരും ശപിച്ചാൽ അത് ഏക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം അനുഭവിക്കുന്നവരാണ്, അനുഗ്രഹത്തിൽ ജീവിക്കുന്നവരാണ്. നിങ്ങളെയും എന്നെയും പ്രദർശിപ്പിക്കും അനുഗ്രഹത്തിൻ്റെ അടയാളമായി. നിങ്ങളെയും എന്നെയും ദേശത്തിലും നാട്ടിലും അതേ ഒരു അടയാളമാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാട്ടെ, ഞാൻ അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. നല്ലല്ല, ഞാൻ അനുഗ്രഹത്തിൻ്റെ
യേശുവിൻ്റെ അടയാളമാ. കാര്യം നിങ്ങളെയും എന്നെയും കാണിച്ചിട്ട് വേണം കർത്താവിന് പറയാൻ, ഞാനാണ് അവൻ്റെ ദൈവം, ഞാനാണ് അവൻ്റെ രക്ഷകൻ, ഞാനാണ് സർവശക്തനായ ദൈവം എന്ന് കാണിക്കാനായിട്ട് നിങ്ങളും ഞാനുമാണ് ഉള്ളത്. ഹല്ലേലൂയ. സോ ദൈവവചനത്തിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ മക്കളോട് ആ അനുഗ്രഹത്തിൻ്റെ ഡിസ്പ്ലേ ആയി മാറുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് അതാണ് ദൈവവചനം. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, തലയെ മുറുകെ പിടിക്കുന്നവനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. തലയായവനിൽ നിന്നല്ലോ, തലയായവൻ അതായത് യേശു ക്രിസ്തുവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ. കർത്താവിന്റെ പദ്ധതി എന്താണ്? തന്നിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും ബലഹീനരുണ്ടാകരുത്, ഒരാൾ പോലും തകർന്നു വീഴരുത്. ഹല്ലേലൂയ. ഒരാൾ പോലും തന്നെ നോക്കുന്നവർ, തങ്ങളിലേക്ക് ആശയിട്ടിരിക്കുന്നവർ, തങ്ങളിലേക്ക് നോക്കുന്നവർ ആരും ലജ്ജിച്ചു പോകത്തില്ല. അവർ പ്രകാശിതരായി തീരുക തന്നെ ചെയ്യും. സോ തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് വ്യക്തിപരമായി ഒരു ബന്ധം ഉണ്ടാകുന്ന ഒരാൾക്ക് അവർ ശരീരം മുഴുവൻ, ഒന്ന് ഉറക്കെ പറഞ്ഞ, ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും. ഫ്യൂസായ ബൾബ് പോലെയല്ല മുഖം ഇരിക്കുന്നത്. അവരെ കണ്ടാൽ അറിയാം ഇത് വിശ്വാസിയാന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും അവരുടെ 70 mm ചിരി പോകത്തില്ല. 32 കാണിച്ചുകൊണ്ട്. കാര്യം അവർക്കറിയാം, ഇടിഞ്ഞു വീണാലും അവരുടെ തലയിൽ ഒരു രോമം പോലും. ആ ഉറപ്പും ധൈര്യം ഉള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വായിച്ചേ. ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച. ഒന്ന് പറഞ്ഞേ, ദൈവികമായ. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തൻ്റെ ശരീരം, തൻ്റെ മക്കള്, തൻ്റെ സഭയ്ക്ക് ഒരു വളർച്ച, ദൈവിക വളർച്ച. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ നടക്കുകയും നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്താൽ, നമ്മൾ പോലും വിസ്മയിക്കുന്ന നിലയിൽ, നമ്മൾക്ക് അർഹിക്കാത്ത സ്ഥാനത്ത് വചനം പറയുന്നു, കുപ്പയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇരുത്തുന്ന അനുഭവമായി തീരും. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കി തന്നെയുള്ള ആരാധന. ഒരിക്കലും അന്ധമായി വിശ്വസിക്കാൻ പറയുന്നവനല്ല യേശു. ഹല്ലേലൂയ. യേശുവിൻ്റെ ആഗ്രഹം നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും, ഒരിക്കലും അന്ധമായി എൻ്റെ പിന്നാലെ വരാൻ യേശു പറയത്തില്ല, ആവശ്യപ്പെടത്തില്ല. രുചിച്ച് നോക്കിയിട്ട് ഇറങ്ങിയാൽ മതി. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ആരാധനയെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയാം, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ശരീരങ്ങളെ യാഗമായി. അനേകർ ശരീരം എന്ന് പറയുന്ന ഒരാള് അല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് ശരീരങ്ങളെ യാഗങ്ങളായി ആയിരുന്നു എഴുതേണ്ടത്, അല്ല, ഒറ്റ യാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാര്യം നമ്മൾ ഒരൊറ്റ ശരീരമായതുകൊണ്ടാണ്. വ്യക്തിപരമായി ശരീരങ്ങൾ വേറെയാണേലും ഒരേ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒറ്റ യാഗമായി, സാക്രിഫൈസായി. യാഗം എന്ന് പറയുമ്പോൾ അവിടെ എവിടെയോ ഒരു ചെറിയ വേദനയുണ്ട്. യാഗം എന്ന് പറയുന്നത് അവിടെ ത്യാഗമുണ്ട്. ഹല്ലേലൂയ. ആ ത്യാഗം എന്താണെന്ന് ഇന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിവരയിട്ട് ഉറപ്പായിട്ട് പറയാം, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതി അതാ, ദൈവത്തിൻ്റെ പ്ലാനേ അതാ. ഹല്ലേലൂയ. താൻ ഒരിക്കലും തന്നിൽ ആശ്രയിക്കുന്നവരെ ലജ്ജിപ്പാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഞാൻ വായ്പ കൊടുക്കുന്നവനായി മാറും, വായ്പ വാങ്ങത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കാണ്, വാഗ്ദത്തമാണ്, അത് മാറത്തില്ല.
ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞ, എഴുതപ്പെട്ട വചനത്തിന് വിപരീതമായത് ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ഹല്ലേലൂയ. വായിച്ചേ. ശരീരത്തെ ജീവനും വിശുദ്ധി, ജീവനുള്ള സാക്രിഫൈസ് വിച്ച് ഇസ് ലിവിങ്. അതിൻ്റെ കാരണം നമ്മുടെ അകത്ത് ലഭിച്ചിരിക്കുന്നത് നിലനിൽക്കുന്നതായ നിത്യജീവന, ജീവൻ നിറഞ്ഞിരിക്കുന്ന യാഗം. പഴയ നിയമത്തിൽ യാഗം അർപ്പിച്ചാൽ പിന്നെ യാഗവസ്തുവിന് ജീവനില്ല, പിന്നെ അതിനെ തട്ടിക്കളയുക. പക്ഷെ ഇതല്ല, ദിനംതോറും യാഗം അർപ്പിക്കുമ്പോൾ തന്നെ അകത്തൊരു ജീവൻ, അകത്ത് നിക്ഷേപിക്കുന്ന ജീവൻ പുറമെയുള്ള ശരീരം ക്ഷയിക്കുമ്പോഴും നാൾക്ക് നാൾ ബലത്തോടെ വർദ്ധിച്ചു വരുന്ന ജീവനാണ്. ഹല്ലേലൂയ. അതാണ് ജീവനുള്ള യാഗം. പഴയ നിയമവും പുതിയ നിയമത്തിൻ്റെ വ്യത്യാസം അതാ. യാഗവസ്തു പഴയ നിയമത്തിൽ ചത്തു തീർന്നു, യാഗം അർപ്പിച്ചു കഴിഞ്ഞാൽ ആൾ തീർന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന ജീവൻ ഒരിക്കലും നശിക്കാനുള്ളതല്ല. അത് നാൾക്ക് നാൾ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. വായിച്ചേ. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപനായി തീരാതെ, അതാണ് യാഗം. ഈ ലോകത്തിന് ഒരു നിയമമുണ്ട്, ഈ ലോകത്തിൽ ഒരു പ്രമാണമുണ്ട്. ആ ലോകത്തിന്റെ പ്രമാണത്തിലല്ല, പിന്നെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. പറഞ്ഞാട്ടെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ലോകത്തോട് അനുരൂപനായി തീരാതെ. ലോകത്തിന്റെ ചില നിയമങ്ങളുണ്ട്, ലോകത്തിന്റെ ചില പ്രതികരണമുണ്ട്. ഞാൻ സാധാരണ മനുഷ്യനല്ല, ദൈവ മകനായതുകൊണ്ട്, ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ലോകത്തിന് എന്തും പറയാം, എനിക്കത് പറയാൻ പറ്റത്തില്ല. ലോകത്തിന് എന്തും ചെയ്യാം, എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഞാൻ എന്നെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പിന്മാറുമ്പോൾ അതൊരു യാഗമാണ്. കാര്യം എനിക്ക് ആകാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എൻ്റെ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നാന്നേ. വിശ്വാസ ജീവിതത്തിലും ചിലരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ പഴയ സ്വഭാവം അറിയത്തില്ല. ഹല്ലേലൂയ. ആ പഴയ സ്വഭാവത്തെ ദിനംതോറും കൊല്ലണം, അതിനെ ഇടിച്ച് താക്കണം. അങ്ങനെയാണെങ്കിൽ ജീവൻ, സമൃദ്ധിയായ ജീവൻ നമ്മളിൽ നിന്നും, അതേ, ഇറ്റ് വിൽ ബി എ ഫൗണ്ടൻ ഓഫ് ലൈഫ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ജീവന്റെ ഉറവിടം നമ്മുടെ ഉള്ളിൽ നിന്നും വെളിവരും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവത്തിനൊരു നിയമമുണ്ട്. ലോകത്തിൽ ഒരു നിയമമുള്ളതുപോലെ തന്നെ ലോകത്തിൽ നമ്മൾ നടക്കുമ്പോൾ ആകർഷണ ശക്തിയുണ്ട്. നമ്മളത് കാണുന്നില്ലെങ്കിലും അതവിടെ ഉണ്ട്. എന്നാൽ സംഭവിക്കുന്നത് 15 നിലയിൽ നിന്ന് ചാടുമ്പോൾ ഇൻസ്റ്റന്റ്, ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് കാണാം. ഇടിച്ച് താഴെ എല്ലൊക്കെ ഒടിയും. അതുകൊണ്ട് തന്നെ ഇനി എത്ര വീണ്ടും ജനിച്ചവനാണേലും ആത്മാവിലാണേലും 15 നിലയിൽ നിന്ന് ചാടത്തില്ല. കാര്യം അറിയാം, അവിടെ നിന്ന് താഴോട്ടേ വരത്തുള്ളൂ. നാച്ചുറൽ ലോ, ലോകത്തിൻ്റെ നിയമത്തിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് കാണാം. ഒരുത്തനെ അടിയടിച്ചാൽ അപ്പോളെ ഇവിടെ കൊള്ളും, വേദനിക്കും. പക്ഷേ ആത്മീയ മണ്ഡലത്തിലും ദൈവത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേരാണ് ജീവന്റെയും ആത്മാവിൻ്റെ നിയമം. ആ നിയമം തെറ്റുമ്പോൾ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും കാണത്തില്ല. പക്ഷേ ആ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ലോകത്തിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റാ. അപ്പോൾ നമ്മുടെ മനസ്സ് അതിനെ സൂക്ഷിക്കും. ലോകത്തിൻ്റെ നിയമം തെറ്റിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ടാ. ആത്മീയമായ മണ്ഡലത്തിൽ നടക്കുന്ന നിയമങ്ങൾ, ഹല്ലേലൂയ, അത് പതുക്കെ വരത്തുള്ളൂ. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം അങ്ങനെ അത് വെച്ചിരിക്കുന്നത് തൻ്റെ മക്കൾ മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം കൊടുക്കുക, സോ ദാറ്റ് അത് അനുഭവിക്കാതിരിക്കുവാൻ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ നിയമമാ. നിന്റെ അധരത്തിൻ്റെ ഫലം കൊണ്ട് നീ ഭക്ഷിക്കും. നീ ജീവനും മരണവും നിന്റെ നാവിനകത്തായിരിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ അല്ല, ഇത് സ്വർഗത്തിലെ നിയമമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കേണ്ടത്, എൻ്റെ ആരോഗ്യത്തെ ഞാൻ അനുഗ്രഹിക്കേണ്ടത്. എത്ര വിധമായ അതേ തിന്മ കണ്ടാലും നന്മ ജയിക്കുന്നത് എൻ്റെ വാക്കിനല്ല. എൻ്റെ റിസൾട്ട് താമസിച്ച കാണുന്നെങ്കിലും അത് നടക്കും നിശ്ചയം, അത് നടന്നിരിക്കും നിശ്ചയം.
ഞാൻ പറയാം, താൽക്കാലികമായ നാട്ടുകാർ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും അവർക്ക് മനസ്സിലാകത്തില്ല. നീ പ്രതികരിക്കണം, നീ മിണ്ടാതിരിക്കരുത്, നീ ഇന്നതോടെ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും ഹല്ലേലൂയ മറന്നു പോകരുത്. അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട അനുഭവമാണെങ്കിൽ മറുപടി പറയേണ്ടിവൻ മറുപടി പറയും. പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിന്നെ കുറ്റപ്പെടുത്തുന്നവൻ, നിന്നെ താഴ്ത്തിയവൻ, നീ രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞവൻ, നീ ബൈബിൾ എടുത്തുകൊണ്ട് നടന്നോ കാണാമെന്ന് പറഞ്ഞവനെ കാണിച്ചു കൊടുക്കും എൻ്റെ കർത്താവ്. അവൻ ഉയർത്തി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നത് പോലെ തന്നെ ജീവൻ ലഭിച്ച് ഉയർത്തി മൂലക്കല്ലാക്കി. ആരാണോ നിന്നെ തള്ളിക്കളഞ്ഞത് അവരുടെ ജീവിതത്തിൽ നീ കൂടാതെ ഒരു തീരുമാനമില്ലാത്ത വിധത്തിൽ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് എന്തൊക്കെയാണോ, യേശു എങ്ങനെയായി ഭൂമിയിൽ വന്നത്, യേശു എങ്ങനെയാണ് നടന്നത്, യേശുവിൻ്റെ വാക്കുകളും യേശുവിനെ പിൻഗമിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതം ഉയർച്ചയുടെ ജീവിതമാകും. അടുത്തിരിക്കുന്ന ആളിനോട് പറയണം, ആ കർത്താവിനെ സ്വീകരിച്ച് സ്വീകാര്യം. യേശു എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞെങ്കിൽ അന്ത്യം വരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് അന്ത്യം വരെയും പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഈ വിശ്വാസത്തിൽ ഇറങ്ങി എനിക്ക് എന്ത് കിട്ടി ഇടയ്ക്ക് വെച്ച് അത് പറഞ്ഞേക്കരുത്. പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ നന്മ വന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം ഞാൻ എൻ്റെ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ ദേശം വിട്ട് ഓടിപ്പോകത്തില്ല. എത്ര വലിയ പ്രതികൂലം എൻ്റെ മുമ്പിൽ വന്നാലും എൻ്റെ ദേശത്തിൽ തന്നെ അനുഗ്രഹിക്കുമെന്ന് വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ ദേശത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെടും. പിശാചിന്റെ തന്ത്രം എന്താന്ന് ചോദിച്ചാൽ താൽക്കാലികമായ കാര്യങ്ങൾ കണ്ട് നിന്നെ ഉന്തിടാൻ നോക്കും, നിന്നെ അവിടുന്ന് വ്യതിചലിക്കാൻ നോക്കും, അവിടുന്ന് നിന്നെ ട്രാക്ക് മാറ്റാൻ നോക്കും. 40 ദിവസം ഞാൻ പറയാം, പിശാച് എപ്പോഴാണ് നിങ്ങളെയും എന്നെയും തൻ്റെ ആലോചനയായിട്ട് വരുന്നത്? നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ. യേശുവിൻ്റെ അടുക്കൽ എപ്പോഴാണ് വന്നത്? 40 ദിവസം ഉപവസിച്ചപ്പോൾ തനിക്ക് വിശക്കുന്നുണ്ടെന്നറിയാവുന്ന പിശാച് വന്ന് പറയാണ്, നീ വിശന്നല്ലേ ഇരിക്കുന്നത്, ഈ കല്ലിനെ അപ്പമായിട്ട് അങ്ങ് തിന്ന്. ഹല്ലേലൂയ. നമ്മൾ തകർന്നിരിക്കുമ്പോൾ നമ്മളുടെ ബലഹീനത എവിടെയാണോ അവിടെ ആ ആവശ്യം കൊണ്ട് തരുമ്പോൾ നിങ്ങളും ഞാനും കർത്താവ് ജനിച്ചവൻ അറിയാം, ഈ താൽക്കാലികമായൊരു നേട്ടമല്ല എൻ്റെത്. മനുഷ്യൻ അപ്പം കൊണ്ടല്ല പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിനാലെന്ന് പറഞ്ഞ് ആ സമയത്ത് വിശപ്പ് കുറച്ചുകൂടെ വയറ് ഇറുക്കി പിടിച്ചുകൊണ്ട് പറയും, നോ, എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ ധനത്തിന് തക്കവണ്ണം തീർക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഈ കല്ലപ്പമാക്കാൻ ഞാൻ ശ്രമിക്കത്തില്ല. താൽക്കാലിക ഒരു നേട്ടത്തിന് ഞാൻ നുണ പറയത്തില്ല. മരണത്തോളം പാപത്തെ ഞാൻ തള്ളി വെറുക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നെന്നെ കേട്ടോണ്ടിരിക്കുന്ന പലരുടെയും അവസ്ഥയിൽ ഒലച്ചിലുകൾ ഉണ്ടായേക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായേക്കാം. എന്നാൽ ഉറപ്പായി ഞാൻ പറയാം, കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയാം, എവിടെയാണോ നീ തകർന്നത് അവിടെ തന്നെ എത്രയാണോ നഷ്ടം അതിൽ 100 മടങ്ങ് ആസ്തിയോടെ ആ ദേശത്തിൽ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. അതാ എൻ്റെ കർത്താവ്. പരിശുദ്ധാത്മാവിൽ ഒന്ന് നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദൈവവചനത്തിൽ എന്താണോ പറഞ്ഞത് അതാണ് എൻ്റെ ജീവിതം എന്ന് വിശ്വസിച്ച് ഇന്ന് പകൽ നിങ്ങളെ തുണച്ചവർ നിങ്ങളെ കൈവിട്ട് കണ്ടേക്കാം. നിങ്ങൾ ആരെയാണോ ആശ്രയിച്ചത് അവർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടേക്കാം. പക്ഷെ നിങ്ങളുടെയും എൻ്റെ കണ്ണുകൾ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക്, എൻ്റെ കണ്ണുകൾ ഉയർന്നിരിക്കുന്നു. എവിടെയാ ഉയർന്നിരിക്കുന്നത്? സൃഷ്ടിച്ചവനേക്ക്, എന്നെ വീണ്ടെടുത്തവനേക്ക്, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവനിലേക്ക്. കരങ്ങളെ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞെങ്കിൽ കെടുത്തികളാതിനെ. യേശുവിൻ്റെ നാമത്തിൽ നോ, ഞാൻ ലേശം ബലഹീനനായി പോയെന്ന് പറഞ്ഞ പിശാചേ, എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നിന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അടിമ വെക്കത്തില്ല. എന്നെ വീണ്ടെടുത്തൊരു കർത്താവുണ്ട്, അന്ത്യത്തോളം നടത്താൻ അവൻ ശക്തനാ. ജീസസ്
കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്തും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മേലും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ദൈവകൃപ വ്യാപരിക്കട്ടെ. ഈ ഓഡിറ്റോറിയത്തിൽ ചുറ്റും നിൽക്കുന്നവർ നിറയണം പരിശുദ്ധാത്മാവിൽ. നിങ്ങളും ഞാനും സാധാരണ മനുഷ്യനല്ല, ഒരു ക്ലബിലോട്ടല്ല വന്നിരിക്കുന്നത്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. ദൈവിക വളർച്ചയ്ക്ക് വേണ്ടിയതെല്ലാം ഉള്ളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞവിടെ നമ്മൾ. എൻ്റെ ഉള്ളിൽ നിക്ഷേപമുണ്ട്, അത് അത്യന്ത ധനമാ. ഈ ധനം, ഈ അത്യന്ത ധനം ഈ മൺകുടാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് കൊണ്ട് വീണ് പോയാലും ഉപേക്ഷിക്കപ്പെടത്തില്ല. ചുറ്റും പ്രതിസന്ധികളാണെങ്കിലും ഇടുങ്ങി പോകത്തില്ല. കാരണം നിത്യജീവനാകത്തിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്. അതാ യേശു ശരീരത്തിൽ ജീവിച്ച്, ശരീരത്തിൽ ജയിച്ച്, മരിച്ച് പുനരുത്ഥാനം ചെയ്തവനായ ക്രിസ്തു. From beginning to the end, it will always be you, Jesus. Beginning to the end, It will always be you, Jesus. കർത്താവായ യേശു ക്രിസ്തുവിലായ ഒരു വ്യക്തി പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉള്ള ലോകത്താണെങ്കിലും ക്രിസ്തുവിൽ വളർന്ന്, അതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്, ഏത് സാഹചര്യങ്ങളെ നേരിട്ട് അതിൻ്റെ മേൽ ജയമെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റും. ഞാൻ വലിയ സത്യം പറയട്ടെ, സാഹചര്യങ്ങളല്ല വാസ്തവത്തിൽ പലപ്പോഴും കർത്താവ് മാറ്റുന്നത്, നമ്മളെ അങ്ങ് മാറ്റുകയാണ്. നമ്മൾ ആ ക്രിസ്തുവിൽ ആൾ മാറുമ്പോൾ സാഹചര്യങ്ങളൊക്കെ തന്നെ വിട്ടുമാറും. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമ്മളിപ്പോൾ ആസ്വദിക്കാൻ പോവുക. യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അത് യേശുവിൻ്റെ നാമത്തിൻ്റെ പവറാണ്. ഇപ്പോൾ രോഗികളായിരിക്കുന്നവർ വിശ്വാസത്താൽ നിങ്ങളുടെ സ്വന്തം കരം ശരീരത്തെ രോഗമുള്ള ഭാഗത്ത് വെക്കണം. കൂടാതെ മറ്റ് പ്രതിസന്ധികൾ കേൾക്കുന്നവർ ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ കർത്താവിൻ്റെ കരം വരും. അത്ഭുത സൗഖ്യങ്ങൾ, വിടുതലുകൾ, സാമ്പത്തിക വിഷയങ്ങളിലുള്ള വിടുതലുകൾ, കുടുംബജീവിത പ്രശ്നങ്ങൾ, ജോലി സ്ഥാനങ്ങളിൽ എവിടെയാണോ എന്താണോ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നത് ഇവിടെ കർത്താവ് ആശ്വാസദായകനായി വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. 2000 വർഷം മുമ്പ് കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയ, മനം തകർന്നവരെ വിടുവിച്ച, സമാധാനമില്ലാത്തവർക്ക് ദിവ്യ സമാധാനം പകർന്ന് ജീവിത രൂപാന്തരം കൊടുത്ത കർത്താവ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ സമീപമുണ്ടല്ലോ. അങ്ങയുടെ കരം മക്കളെ തൊടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം സംഭവിക്കട്ടെ. എല്ലാ പ്രഷർ രോഗങ്ങളും സൗഖ്യമാകുന്നു. ഡയബറ്റിസ് സൗഖ്യമാകുന്നു. ഈ കഴുത്തിന് കോളർ ഇട്ടുകൊണ്ടിരിക്കുകയും ഇടേണ്ടതായിട്ട് ഡോക്ടർ പറഞ്ഞ നിലയിൽ അതിവേദനയായി ഇരിക്കുന്ന വ്യക്തി ഇപ്പോൾ കരം വെച്ചാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗഭാഗത്ത് ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോമകൂപങ്ങളിൽ ഒക്കെ എന്ന പോലെ വേദന, കുത്തുന്ന പോലുള്ള വേദന നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, ജീവിതം ദുസ്സഹമായിരിക്കുന്ന വ്യക്തി, ഇനി എനിക്കിങ്ങനെ ജീവിക്കേണ്ടെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ അത്ഭുത സൗഖ്യം, അത്ഭുത സൗഖ്യം. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന ഒരു സൗഖ്യം നിങ്ങൾ വിശ്വസിച്ചാൽ ഇപ്പോൾ ഉണ്ടാവും. തോമസ് ഊട്ടി ബ്രദറിനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടല്ല, ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന നാമം യേശുവിൻ്റെ ആകയാൽ ആ നാമത്തിൽ ഇപ്പോൾ വിടുതലാകും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ. കണ്ണിൻ്റെ കാഴ്ച ഇപ്പോൾ മടക്കി ലഭിക്കട്ടെ. മറ്റ് പല രോഗികൾ കേൾക്കുന്നില്ല കർത്താവേ, അങ്ങയുടെ കരം തുടരണമേ. കൂടാതെ മറ്റ് ജീവിത പ്രതിസന്ധികൾ ഏതാണോ അങ്ങയുടെ അത്ഭുതം ഇപ്പോൾ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും മറക്കരുത്, www.theheavenlyfeast.tv നമ്മുടെ TV പ്രോഗ്രാമുകൾ മാത്രമല്ല, അത്ഭുത സാക്ഷ്യങ്ങൾ, വിവിധ ആത്മീയ വിരുന്ന്, ഗാനങ്ങൾ, വർഷിപ്പുകൾ എല്ലാം ലഭിക്കും. 24 മണിക്കൂറും നിങ്ങളുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും നിങ്ങളുടെ ടാബ്ലറ്റിലും ലഭ്യമാണ്. നിങ്ങളത് ഉപയോഗിക്കണം, മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം കേട്ട തങ്കു ബ്രദറിൻ്റെ മനോഹരമായ സന്ദേശം തുടരുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു.
I bless you in Jesus' name. Amen.